തുടർച്ചയായ മൂന്നാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. 90,000 പേരാണ് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ തുടരുന്നു. വിശദാംശങ്ങളുമായി ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, പറയൂ വിശദാംശങ്ങൾ. SKN തുടർച്ചയായ മൂന്നാം ദിവസവും വൻ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്തുള്ളത്. ഇന്നലെയും മിനിങ്ങാന്ന് നമ്മൾ കണ്ട തിരക്ക് എങ്ങനെയാണോ ആ തിരക്ക് ഇന്ന് അതുപോലെ തന്നെ തുടരുകയാണ്. ഇതുവരെ ഏതാണ്ട് 27,000 പേർ ഇന്ന് പുലർച്ചെ 12 മണി മുതൽ ഇന്നിപ്പോൾ 7 മണി വരെ ഏതാണ്ട് 27,000 പേരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും മണിക്കൂറിൽ ഏതാണ്ട് 4,000-ലധികം ആളുകൾ ദർശനം നടത്താനായി 18-ാം പടി കടന്ന് മുകളിലേക്ക് കയറുന്നുണ്ട്. ഇന്നലെയായിരുന്നു കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയ ഒരു ദിവസം. 97,000-ലധികം ആളുകളാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിട്ടുള്ളത്. ആകെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് 1,00,000-ന് മുകളിൽ പോകും. കാരണം ഇരുമുടിക്കെട്ടുള്ള ഭക്തരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തുന്നത്. ഇരുമുടിക്കെട്ടില്ലാത്ത ആളുകൾ മറ്റു വഴിയിലൂടെയാണ് സന്നിധാനത്ത് എത്തുന്നത്. അങ്ങനെ ആകെ നോക്കുകയാണെങ്കിൽ 1,00,000-ൽ പരം ആളുകളാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയിട്ടുള്ളത്. നിലവിൽ ഭക്തജനങ്ങളുടെ ക്യൂ മരക്കൂട്ടം വരെ നീണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ അത് ശരംകുത്തിക്കും അപ്പുറം ഉണ്ടായിരുന്നു. പമ്പയിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ പമ്പയിൽ ആളുകളെ തടഞ്ഞു നിർത്തുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പമ്പയിൽ ഉൾപ്പെടെ ആളുകളെ തടഞ്ഞു നിർത്തിയ ശേഷം കൃത്യമായ വലിയ നിയന്ത്രണങ്ങൾക്ക് ശേഷമായിരുന്നു സന്നിധാനത്തേക്ക് കടത്തി വരുന്നത്. പക്ഷേ ഇന്ന് അതിലൊരു നിയന്ത്രണങ്ങൾ ഒരു ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കൽ ഉൾപ്പെടെ വാഹനങ്ങൾ തടയുന്നില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. പൊതുവെ കാലാവസ്ഥ വലിയ കുഴപ്പങ്ങളില്ല, അതുകൊണ്ട് തന്നെ നിയന്ത്രണ വിധേയമാണ് എന്താണെങ്കിലും ഇന്നത്തെ കാര്യം. ഇന്നും വെർച്വൽ ക്യൂ വഴി ഏതാണ്ട് 90,000-ലധികം ആളുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാനനപാതകൾ വഴിയും സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കൂടുതൽ ആളുകൾ എത്തുമെന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കുഞ്ഞു സാവിയാണ്. അവന് 5 മാസം മാത്രമാണ് പ്രായമുള്ളത്. ഇത്ര നേരം ഈ സന്നിധാനത്ത് സൈഡ് ഇവിടെ ഇരുന്ന് കരച്ചിലൊക്കെയായിരുന്നു. ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അവൻ. എറണാകുളത്ത് നിന്നാണ് അവർ വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഉഷപൂജയ്ക്കായി നട അടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് ഇവിടെ കാണുന്നത്. ഉഷപൂജയ്ക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ നട തുറക്കും. അപ്പോൾ ഈ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും തിരക്ക് വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അവധിക്കാലമാകാൻ പോവുകയാണ്. സ്കൂൾ കോളേജുകളെല്ലാം തന്നെ അടയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വലിയ തിരക്ക് വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിൽ കാര്യമായൊരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ മാറിയ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തിരക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ പോവുകയാണ്. സുഗമ ദർശനം തന്നെയാണ് ഉണ്ടാകുന്നത്. ആളുകൾക്ക് 10 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ദർശനം നടത്താൻ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കഴിയുന്നുണ്ട്. താങ്ക് യു. രാഹുൽ സുരേഷാണ് ശബരിമല സന്നിധാനത്ത് നമുക്കൊപ്പം ചേർന്നത്.